ഹായ് ഫ്രണ്ട്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അടുക്കള മാലിന്യത്തിൽ നിന്നും വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് കണ്ടോ, ഇത് ഞാനിവിടെ ഈ മൺകലത്തിൽ പൊട്ടിയൊരു മൺകലമാണ് കേട്ടോ. അപ്പോൾ ഇതിലുണ്ടാക്കിയ കമ്പോസ്റ്റാണിത്. ഇതിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വേസ്റ്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുട്ടത്തോടുകൾ, ചായ മട്ട്, കാപ്പി ഉണ്ടാക്കിയ മട്ട് തുടങ്ങിയ അടുക്കള മാലിന്യങ്ങൾ ഉൾപ്പെടുന്നു. അതേസമയം മുറ്റത്തെ മാലിന്യങ്ങൾ, പുല്ലൊക്കെ വെട്ടിയെടുത്തതും ഇലകളുമൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം. അങ്ങനെ തയ്യാറാക്കിയെടുത്ത ജൈവ കമ്പോസ്റ്റാണിട്ടത്. നല്ല രീതിയിൽ തന്നെ നമുക്കിത് കമ്പോസ്റ്റായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ മൺകലം ഞാൻ ഒഴിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കമ്പോസ്റ്റൊക്കെ ഒഴിവാക്കിയതിന് ശേഷം, അപ്പോൾ ഇത് കണ്ടതിൻ്റെ അടിയിൽ ഇങ്ങനെ പൊട്ടൊക്കെ വന്നതുകൊണ്ട് ഇത് ഒഴിവാക്കിയ മൺകലമാണ്. അതിൻ്റെ ചുവട്ടിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ നിന്ന് വരുന്ന ജൈവ സ്ലറി ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്കത് ചെടികൾക്ക് തന്നെ വളമാക്കി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ മൺകലമില്ലാത്തവർ പഴയ പെയിൻറ്റ് ബക്കറ്റുകൾ, അതുപോലെ ചെടിച്ചട്ടികൾ, പഴയ വലിയ ടിന്നുകളൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ കൂടുതലും ഈ മൺകലത്തിലാണ് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാറ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റായി കിട്ടാറുണ്ട്. പുഴുക്കളുടെയും വലിയ ശല്യമൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ സ്മെല്ലും കുറവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ലെയർ മണ്ണാണ് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ മണ്ണൊന്നും ഇട്ട് കൊടുക്കേണ്ട, ഇത്രയും മതി. അതിനുശേഷം അല്പം കാർഡ്ബോർഡ് പീസുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഉണങ്ങിയ കരിയിലകൾ ഇട്ടാലും മതി. കാർഡ്ബോർഡ് പീസുകൾ ഇല്ലെങ്കിൽ ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ ഇതിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിയിലകളിലും കാർഡ്ബോർഡിലുമൊക്കെ ഉള്ളത് കാർബണാണ്. അതുകൊണ്ട് ഇത് കുറച്ചിട്ട് കൊടുക്കാം. ഗുണമേന്മയേറിയ ഒരു കമ്പോസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ മൂലകങ്ങളും അടങ്ങിയതായിരിക്കണം. ഞാനിവിടെ കുറച്ച് ഉണങ്ങിയ കരിയിലകളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന പച്ചക്കറിയുടെയും പഴങ്ങളുടെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ തൊലികൾ നമുക്ക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പഴത്തിൻ്റെ തൊലിയൊക്കെ ചെറുതാക്കി വേണം ഇട്ട് കൊടുക്കാനായിട്ട്, എങ്കിലേ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടുകയുള്ളൂ. ഓരോ ദിവസത്തെയും ഇതുപോലെ നമുക്കിങ്ങനെ ഈ ചട്ടി നിറയുന്നത് വരെ ഇട്ട് കൊടുക്കാം. പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് പച്ചിലകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പച്ചിലയായിട്ട് എടുത്തിട്ടുള്ളത് സീമക്കൊന്നയുടെ ഇലയാണ്. നിങ്ങളുടെ വീട്ടിൽ മുറ്റത്തൊക്കെ പറമ്പിലൊക്കെ ഉള്ള കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഈ പച്ചിലയിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ലെയർ പച്ചില ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്താലും മതി. ഓരോ ദിവസത്തെയും പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒന്നുകിൽ കരിയില ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പച്ചില ഇട്ട് കൊടുക്കാം. അങ്ങനെ പിറ്റേ ദിവസത്തെ വേസ്റ്റ് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പച്ചില ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മണ്ണ് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉണങ്ങിയ ചകിരിച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ചകിരിച്ചോറ് ഇല്ലെങ്കിൽ മണ്ണിട്ട് കൊടുത്താലും മതി. ഞാനിവിടെ കൂടുതലും കമ്പോസ്റ്റിന് ചകിരിച്ചോറാണ് ഉപയോഗിക്കാറ്. നല്ല രീതിയിൽ തന്നെ ഇത് കമ്പോസ്റ്റായി കിട്ടാറുണ്ട്. ചകിരിച്ചോറ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ഒരു 1-2 പിടി ഇതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മളിത് നല്ല പോലെ മൂടി വെച്ച് ഒരു തണലുള്ള ഭാഗത്തോട്ട് മാറ്റി വെക്കണം. വെയിലും മഴയും ഒന്നും കൊള്ളാത്ത സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഓരോ ദിവസത്തെയും പച്ചക്കറി വേസ്റ്റ് നമ്മളിത് നിറയുന്നത് വരെ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുക്കാം. നമ്മൾ പിറ്റേ ദിവസത്തെ വേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്.
ഇതുപോലെ അതാത് ദിവസത്തെ വേസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ 1-2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ വേസ്റ്റൊക്കെ താഴ്ന്നു പോവും. അങ്ങനെ ചട്ടി നിറയുന്നത് വരെ ഇട്ട് കൊടുക്കുക. മുട്ടത്തോടൊക്കെ നല്ല പോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഉണങ്ങിയ കരിയിലയോ പച്ചിലയോ ഒക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ മണ്ണോ ചകിരിച്ചോറോ ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ മൂടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ കിച്ചൺ വേസ്റ്റൊക്കെ കമ്പോസ്റ്റാക്കി എടുക്കാറ്. നല്ല രീതിയിൽ തന്നെ ഇത് കമ്പോസ്റ്റായി കിട്ടാറുണ്ട്. അപ്പോൾ അതാ പച്ചില ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഒരു ലെയർ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. മണ്ണില്ലെങ്കിൽ ചകിരിച്ചോറും ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി കിട്ടുവാൻ വേണ്ടി തൈരോ ശർക്കര ലാനിയോ ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അടുക്കളയിലെ എല്ലാത്തരം പച്ചക്കറി, പഴവർഗ്ഗം, തേയിലച്ചണ്ടി, കാപ്പിയുടെ മട്ട് ഇവയെല്ലാം ചേർക്കാം. അതുപോലെ തൈര്, ബാക്കി വരുന്ന തൈര് ഇവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ പെട്ടെന്ന് തന്നെ ഇത് കമ്പോസ്റ്റായി കിട്ടാൻ വേണ്ടി ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. പഴയ ശർക്കരയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതൊന്ന് നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും വെള്ളം കൂടി പോകരുത്. ചെറുതായിട്ടൊന്ന് നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇത് മൂടി വെച്ച് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ അന്നാന്ന് വരുന്ന വേസ്റ്റുകൾ ഇട്ട് കൊടുക്കാം. 4 ദിവസം കൂടുമ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. 2 മാസം കൊണ്ട് തന്നെ നല്ല കമ്പോസ്റ്റായി നല്ല പൊടി പോലുള്ള കമ്പോസ്റ്റ് നമുക്ക് ആയി കിട്ടും. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ച കമ്പോസ്റ്റാണിത്. നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്കായാലും പൂച്ചെടികൾക്കായാലും നമുക്ക് വളമൊന്നും വെറുതെ പൈസ കൊടുത്ത് വാങ്ങേണ്ട. ഇതുപോലെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റാക്കി നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവും കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വലിയ വില കൊടുത്താണ് വാങ്ങാറ്. അപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് തന്നെ ചെടികളുടെ ചുവട്ടിൽ വാരി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കിച്ചണിൽ വേസ്റ്റായി വരുന്ന ഇതുപോലുള്ള പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയും തൊലികളൊന്നും വെറുതെ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയേണ്ട. ഇതുപോലുള്ള ഒരു പാത്രങ്ങളിലൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ മുകളിൽ ഇതുപോലെ ചകിരിച്ചോറോ മണ്ണോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് വളമായി ഉപയോഗിക്കാം. ചെറിയ അടുക്കളത്തോട്ടമുള്ളവർക്കൊക്കെ വലിയൊരു ഉപകാരമായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൂടുതലും ഇതുപോലുള്ള മൺകലങ്ങളിലൊക്കെയാണ് ഇത് കമ്പോസ്റ്റാക്കി എടുക്കാറ്. നല്ല രീതിയിൽ തന്നെ അത് കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികളിലൊക്കെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് ഇവിടെ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.